അനിൽകുമാർ, ഈ ഗവർണറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇപ്പോൾ BJP-യുടെ സ്റ്റാൻസാണ് ഇപ്പോൾ ശങ്കുട്ടിദാസ് പറഞ്ഞത്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ഗവർണർക്ക് കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ഭരണഘടനയുടെ പ്രൊവിഷനെ, ഭരണഘടനയുടെ വ്യാഖ്യാന അധികാരം മാത്രമുള്ള സുപ്രീം കോടതി ലംഘിച്ചിരിക്കുന്നുവെന്നാണ് ശങ്കുട്ടിദാസിന്റെ വാദം. ഒന്ന്, ഗവർണർക്ക് ഡിസ്ക്രിപ്ഷൻ ഇല്ല. ഗവർണർക്ക് ഡിസ്ക്രിപ്ഷൻ ഉണ്ട് എന്നുള്ളത് BJP-യുടെ തെറ്റായ വാദമാണ്. അത് വസ്തുതാപരമായി ശരിയല്ല. ഒരു നിയമം കിട്ടിയാൽ ആ നിയമത്തിനകത്തിന് എന്തെല്ലാം കാര്യങ്ങളിലാണ് പ്രതികരിക്കേണ്ടത് ഒന്ന് വിത്ത് ഹോൾഡ് ചെയ്യണം. എന്തിനു വേണ്ടി വിത്ത് ഹോൾഡ് ചെയ്യാം? അത് മറ്റേതെങ്കിലും വ്യവസ്ഥയുമായി എന്തെങ്കിലും തർക്കമുണ്ടെങ്കിൽ അവർക്ക് വിത്ത് ഹോൾഡ് ചെയ്യാം. ആ കമൻറ്റോടുകൂടി ഇവിടെ തിരിച്ചയക്കണം. ഇത് കേന്ദ്ര അധികാരത്തിൽപ്പെട്ടൊരു കാര്യമാണ് നിയമസഭയ്ക്ക് അയക്കുക. നിയമസഭ വീണ്ടും അതുപോലെ പാസ്സാക്കി വിട്ട് എന്ത് ചെയ്യണം? ഒപ്പിടണം. ഒപ്പിട്ടിട്ട് സുപ്രീം കോടതി തീരുമാനിച്ചോളും, ഹൈക്കോടതി തീരുമാനിച്ചോളും. ഇവരെന്നാ നിയമത്തിൻ്റെ മൊത്തം കുത്തകയാ? ഇന്ത്യ രാജ്യത്തിൻ്റെ നിയമത്തിൻ്റെ മൊത്തം കുത്തക കൈകാര്യം ചെയ്യുന്ന അധികാരം ഇവരുടെ കയ്യിലാണ്, ഗവർണറുടെ കയ്യിലല്ല. അത് കോടതിയുടെ കയ്യിലാണ്. ഒരു നിയമം ഭരണഘടനാപരമാണോ അല്ലയോ, അത് ഏതെങ്കിലും തരത്തിൽ അധികാരത്തിന് പുറത്താണോ നിയമസഭ ചെയ്തത്, പാർലമെൻറ്റ് ചെയ്തത് എന്ന് പറയാനുള്ള അധികാരമാർക്ക്? അത് സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കുമാണ്. ആ അധികാരം ഗവർണർക്കാണെന്ന് പറഞ്ഞ് ഇറക്കി തിരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് അധികാരം ഗവർണർക്കുണ്ട് എന്ന് ധരിച്ച് നാട്ടിൽ ഇറങ്ങി തിരിച്ച ഗവർണർമാർക്കുള്ള ചെവിയുടെ കുറ്റിക്കുള്ള അടിയാണ് കിട്ടിയത്. അത് 6 ലേക്കർക്കുള്ള അടിയാണ്. അല്ലാണ്ട് 6 ലേക്കറെ മാറ്റി നിർത്തി ഞങ്ങൾ സംസാരിക്കുന്നില്ല. ഇവിടെ മുഹമ്മദ് ഷാ പറഞ്ഞപ്പോൾ 6 ലേക്കറുമായിട്ട് എന്തോ ഒരു കാരണമില്ല. ഒറ്റ കാര്യം വ്യക്തമാക്കാനുള്ളൂ. നമ്മുടെ വേറൊരു ഒരാളുണ്ടായിരുന്നല്ലോ, ഗവർണറായിരുന്ന ഒരാൾ, നമ്മുടെ ഇപ്പോൾ ഉപരാഷ്ട്രപതിയായിട്ടിരിക്കുന്ന ആൾ. അദ്ദേഹത്തിൻ്റെ പരിപാടി എന്തായിരുന്നു? കേശവാനന്ദ ഭാരതി കേസ് ഭേദഗതി ചെയ്യുന്ന ഒരു വലിയ ബെഞ്ച് വരണം, അദ്ദേഹത്തിൻ്റെ ആവശ്യമാണ്. RSS മുന്നോട്ട് വെക്കുന്ന, BJP മുന്നോട്ട് വെക്കുന്ന ഭരണഘടനാപരം വിരുദ്ധമായ ആശയങ്ങൾ മുന്നോട്ട് വെക്കാൻ ഓരോരുത്തരും നിയോഗിക്കും. നിയമമന്ത്രി അതിന് നിയോഗിച്ചിരുന്നു, ധൻഖറെ അതിന് നിയോഗിച്ചിരുന്നു. ഇപ്പോൾ 6 ലേക്കർ ആ പണിയായിട്ട് ഇറങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ RSSന്റെ പരിപാടിയാണെന്നുള്ളതിന് ഞങ്ങൾക്ക് വല്ല തർക്കമുണ്ടോ? അതുകൊണ്ട് കേരള ഗവർണറുമായി മുഖ്യമന്ത്രി ഔപചാരികമായി സംസാരിക്കുന്നത് ഔപചാരികം മാത്രമാണ്. രാഷ്ട്രീയമായി ഒരു വ്യത്യാസം അക്കാര്യത്തിലില്ല. MA ബേബി പറഞ്ഞ തൻ്റെ ഇടം നിങ്ങൾക്കാർക്കെങ്കിലും ഉണ്ടോ? ഈ ഗവർണർ എന്ന് പറയുന്നത് എങ്ങനെ നിയമിക്കപ്പെടുന്നു? ഒരു പ്യൂണിനെ പിരിച്ചുവിടാൻ നോട്ടീസ് വേണം, ഗവർണറെ പിരിച്ചുവിടാൻ നോട്ടീസ് വേണ്ട. ഇത് പറയാൻ കേരളത്തിൻ്റെ, ഇന്ത്യയുടെ CPM-ൻ്റെ സെക്രട്ടറിക്ക് തൻ്റെ ഇടം ഉണ്ടായി. എന്നിട്ടാണ് നിങ്ങൾ പറയണത്. അതുകൊണ്ട് കൃത്യമായിട്ട് പറയാം. നമ്പർ 1, ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ ഒരു ഗ്രേ ഏരിയ ആയിരുന്നു. ആസ് സൂൺ ആസ് പോസിബിൾ നോട്ട് ഡിഫൈൻ. ഇപ്പോൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നു. ഇനി എന്താ പരിഹാരം? പാർലമെന്റിന് നിയമം നിർമ്മിക്കാൻ പറ്റുമോ? പറ്റും. ഇപ്പോൾ 1 മാസം 3 മാസം എന്നുള്ളത് വേറൊരു നിയമം ഉണ്ടാക്കാൻ അവർക്ക് പറ്റും. പക്ഷേ ഇപ്പോൾ BJP-യുടെ കുഴപ്പം എന്താ? BJP-ക്ക് പാർലമെന്റിൽ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള ഭൂരിപക്ഷം ഇല്ല. അതുകൊണ്ട് ഇപ്പോൾ കിട്ടിയ ഈ 3 മാസത്തിൻ്റെ 1 മാസത്തിൻ്റെ വിധി അങ്ങ് സഹിച്ചാൽ മതി. BJP-കാരോട് പറയുകയാണ്. പിന്നെ രാഷ്ട്രപതി, ഈ രാഷ്ട്രപതി എന്നുള്ളത് വരട്ടണ്ട കേട്ടോ. എന്താ കാരണം? രാഷ്ട്രപതി എന്ന് പറഞ്ഞാൽ രാഷ്ട്രപതിയായി പെരുമാറണം. ഇവിടുന്ന് ഒരു കടലാസ് അങ്ങോട്ട് കിട്ടിയ ഉടനെ എന്നെ ഇത് ചോപ്പിക്കേണ്ടെന്ന് പറയാനുള്ള മര്യാദ, അരു മുഹമ്മദ് ഖാനോട് പറയാനുള്ള മര്യാദ രാഷ്ട്രപതി പ്രകടിപ്പിച്ചോ? ഈ കച്ചവടത്തിൽ, ഈ കൂട്ടുകച്ചവടത്തിൽ, ഈ കള്ളക്കളിയിൽ, സംസ്ഥാനത്തിനെതിരായ കടന്നാക്രമണത്തിൽ രാഷ്ട്രപതി കക്ഷിയായാൽ രാഷ്ട്രപതി ഉത്തരം പറയണം. അത് നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ കേശവാനന്ദ ഭാരതി കേസ് വാദിക്കുമ്പോൾ ആ വാദം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ കോടതിയിൽ പറഞ്ഞൊരു വാചകം എന്താണ്? നിങ്ങൾ ഭരണഘടനാ പ്രകാരം ഏറ്റവും ഉയർന്ന സ്ഥാനത്തെത്തുമ്പോഴും നിങ്ങളുടെ മേലാണ് ഭരണഘടന, രാഷ്ട്രപതിയുടെ മേലാണ് ഭരണഘടന, ഭരണഘടനയുടെ മേലെയല്ല രാഷ്ട്രപതി. അതുകൊണ്ട് രാഷ്ട്രപതിയുടെ മേലെയാണ് ഭരണഘടന എന്ന ധാരണ ഉറപ്പിക്കുന്ന വിധിയാണ്. രാഷ്ട്രപതിക്ക് പാർലമെന്റ് നിയമം വീറ്റോ ചെയ്യാൻ അധികാരമുണ്ടോ? ഇദ്ദേഹം പറഞ്ഞ, ശങ്കുട്ടിദാസ് പറഞ്ഞ വാദം അനുസരിച്ച് പാർലമെന്റ് ഒരു നിയമം പാസ്സാക്കി, വഖഫ് ബില്ല് പാസ്സാക്കി, രാഷ്ട്രപതി ഒപ്പിടുന്നില്ല, ലോകാവസാനമാണോ? വഖഫ് ബില്ലിൽ രാഷ്ട്രപതി ഒപ്പിട്ടില്ല, ലോകാവസാനമാണോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ലോകാവസാനമല്ല, അവിടെ രാഷ്ട്രപതി ഒപ്പിട്ടേ മതിയാകൂ. വഖഫ് ബില്ലിനെതിരായ ഞാൻ ആ നിയമമാക്കിയത് തെറ്റായ നടപടിയാണെന്ന് ഞാൻ പറയും, എൻ്റെ പാർട്ടി പറയും. പക്ഷെ വഖഫ് ബില്ല് പാസ്സായി കഴിഞ്ഞാൽ ഒപ്പിടരുതെന്ന് രാഷ്ട്രപതിയോട് പറയാൻ ഞങ്ങളെ കിട്ടൂല. അതിന് കാരണം എന്താണ്? കേരളത്തിലെ കോൺഗ്രസുകാർ BJP-ക്ക് കഞ്ഞി വെച്ച് കിടക്കണ പോലെ, അവിടെ നിന്ന് എന്തെങ്കിലും സ്ഥാനം കിട്ടി സെനറ്റിൽ കയറാൻ നടക്കണ പോലെ ലീഗ് ആദ്യം രാജിവെച്ചിട്ട് സെനറ്റിലെ അംഗത്വം രാജിവെച്ചിട്ട് പോകും. വർത്താനം പറയാം നിങ്ങളോട്. നിങ്ങളോട് ഭരണഘടന പറയാനില്ല, മുസ്ലിം ലീഗിനോട് ഞങ്ങൾ ഭരണഘടന പറയാനില്ല.
Debate with Dr. Arun Kumar.